Hello friends, welcome to eureka. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തു എങ്ങനെയാണ് ഒരു കാൽക്കുലേറ്റർ പ്രോപ്പർ ആയിട്ട് നന്നായിട്ട് ഡിസൈൻ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ കാൽക്കുലേറ്ററിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ കാണുക, ലിങ്ക് ഐ ബട്ടണിലുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കാൽക്കുലേറ്റർ പ്രോഗ്രാം ഉണ്ടാക്കി കഴിഞ്ഞ് ഇത് എപ്പോഴും റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മളായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തൊരു കാൽക്കുലേറ്റർ അല്ലേ, നമ്മൾ എപ്പോഴും ഇവിടെ വന്ന് തുറന്നിട്ട് റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ കൊടുക്കണം അല്ലേ. അപ്പോൾ അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു ഐക്കണായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം, ഡെസ്ക്ടോപ്പിലോ ഏതെങ്കിലും ഒരു ലൊക്കേഷനിലോ ഒക്കെ. എന്നിട്ട് നമുക്ക് അവിടുന്ന് ജസ്റ്റ് റൺ കൊടുത്താൽ മതി, എപ്പോഴും വന്ന് എക്ലിപ്സ് തുറക്കണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു ഐക്കണായിട്ട് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ ഒരു ജാർ ഫയലായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടുന്ന് തന്നെ അതിനെ റൺ ചെയ്യിക്കാവുന്നതാണ്. അപ്പോൾ ജാർ ഫയലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയൽ എക്സ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇവിടെ ജാവയ്ക്കകത്ത് റണ്ണബിൾ ജാർ ഫയൽ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ജാവ എന്നുള്ളത് നിങ്ങൾ കണ്ടില്ലെങ്കിൽ ജസ്റ്റ് ജാവ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, വന്നോളും. അതിനകത്ത് റണ്ണബിൾ ജാർ ഫയൽ കൊടുക്കുക, നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഓൾറെഡി മുമ്പേ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇവിടെ calc.jar എന്ന് വന്നത്. നിങ്ങൾ ബ്രൗസ് ചെയ്തിട്ട് ഇപ്പോൾ ഏത് ലൊക്കേഷനിലാണ് നിങ്ങളുടെ ജാർ ഫയൽ വരേണ്ടതെന്നാണ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിൽ തന്നെ കൊടുത്തു. അപ്പോൾ calc.jar എൻ്റെ പേര് ഞാൻ കാൽക്ക് എന്ന് കൊടുക്കുകയാണ്. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം, സേവ് കൊടുക്കാം. എന്നിട്ട് ഈ മുകളിൽ ലോഞ്ച് കോൺഫിഗറേഷൻ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് ഏത് പ്രോജക്റ്റ് ആണോ നിങ്ങൾക്ക് ജാർ ഫയലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ എൻ്റെ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ പ്രോജക്റ്റിനകത്ത് കാൽക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പം ഞാൻ കാൽക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ എൻ്റെ കാൽക്കുലേറ്റർ പ്രോജക്റ്റിൻ്റെ പേരാണ്, അതിനകത്തെ ആപ്ലിക്കേഷനാണ് കാൽക്ക് എന്ന് പറഞ്ഞാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഫിനിഷ് കൊടുക്കുക, ജസ്റ്റ് ഓക്കെ കൊടുത്താൽ മതി. ഇപ്പം നമ്മുടെ ജാർ ഫയൽ ആയിട്ടുണ്ടായിരിക്കും. calc.jar എന്ന് വന്നാണ്ടോ, ഇനി ജസ്റ്റ് ഇവിടെ നിന്ന് ഡബിൾ ക്ലിക്ക് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മുടെ കാൽക്കുലേറ്റർ വന്നു. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ 25/5 അതായത് നല്ല പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത ഏത് ആപ്ലിക്കേഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ജാർ ഫയലായിട്ട് കൺവേർട്ട് ചെയ്ത് ഇവിടുന്ന് തന്നെ വർക്ക് ചെയ്യിച്ച് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.